ഹായ് ഫ്രണ്ട്സ്, ജേർണലിംഗ് ജേണിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോഡൗൺ ക്രിയേഷനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഒരു ഗോഡൗണിൽ നിന്ന് മറ്റൊരു ഗോഡൗണിലേക്ക് നമ്മളുടെ ഗൂഡ്സ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഗോഡൗൺ അതാദ്യം നമുക്കറിയണം. ഓക്കെ, മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലേസ് ഏതാണോ അതിനെയാണ് നമ്മൾ ഗോഡൗൺ എന്ന് പറയുന്നത്. അതായത് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ പ്ലേസ് ഏതാണോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗോഡൗൺ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ടാലി പ്രൈമിൽ ഗോഡൗൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ്, അതിനകത്തുണ്ടായിരിക്കും ഗോഡൗൺ. ഇൻവെൻട്രി മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ ഗോഡൗൺ കാണാം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഇൻവെൻട്രി മാസ്റ്റേഴ്സിൽ ഗോഡൗണിൽ എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മളോട് ഇതേപോലെ ഒരു വാർണിംഗ് വരും. അതിൽ ക്രിയേറ്റ് ന്യൂ ചൂസ് ചെയ്യാം. അപ്പം നമുക്കിവിടെ ഗോഡൗൺ ക്രിയേഷൻ വന്നിട്ടുണ്ടാവും. അപ്പം നമ്മളുടെ ബിസിനസ്സിൽ സാധനങ്ങൾ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്ലേസ് ആണ് ഗോഡൗൺ. അപ്പം ഞാനിവിടെ 2 പ്ലേസ് ആണ് കൊടുക്കുന്നത്. നമുക്ക് 2 ഗോഡൗൺ ആണുള്ളത്. ഒന്ന് കാലിക്കറ്റ്, ഒരു ഗോഡൗൺ കാലിക്കറ്റ്. അപ്പം നെയിം എന്നുള്ളിടത്ത് ആ കാലിക്കറ്റ് നമ്മുടെ സ്ഥലത്തിന് പ്ലേസിൻ്റെ പേര് കൊടുത്തു. അതിൻ്റെ അണ്ടർ പ്രൈമറി സേവ് ചെയ്തു. അടുത്തത് ഞാൻ കൊടുക്കുന്നത് എറണാകുളം, രണ്ടാമത്തത് എറണാകുളം കൊടുത്തു, സേവ് ചെയ്തു. അപ്പോൾ കാലിക്കറ്റ്, എറണാകുളം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 ഗോഡൗൺ ക്രിയേറ്റ് ചെയ്തു. സാധാരണയായി നമ്മൾ ടാലി ERP 9 നമ്മൾ F11 ഫീച്ചേഴ്സിൽ പോയിട്ട് ഗോഡൗൺ എനേബിൾ ചെയ്തിട്ട് വേണം ചെയ്യാൻ. പക്ഷേ ടാലി പ്രൈമിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ക്രിയേറ്റിൽ പോയിട്ട് ഇൻവെൻട്രി മാസ്റ്റേഴ്സിൽ ഗോഡൗൺ സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിച്ച് ക്രിയേറ്റ് ന്യൂ കൊടുത്താൽ ഗോഡൗൺ ക്രിയേഷൻ വിൻഡോ വരും. ഇപ്പോൾ നമ്മൾ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മളുടെ ബിസിനസ്സിലേക്ക് ആവശ്യമായുള്ള ഗൂഡ്സ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വൗച്ചേഴ്സിൽ പോവാം. വൗച്ചേഴ്സിനകത്ത് പോയി F9 പർച്ചേസ് വൗച്ചർ ഓപ്പൺ ചെയ്തു. പർച്ചേസ് വൗച്ചറിൽ സാധാരണ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ചെയ്യാറ് അതുപോലെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് പാർട്ടീസ് അക്കൗണ്ട് നെയിം. ഞാനിവിടെ മുമ്പ് പാർട്ടിയെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പാർട്ടിയുടെ പേര് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും, അത് സെലക്ട് ചെയ്യുന്നു. PQR എന്നാണ് പാർട്ടിയുടെ പേര്. പർച്ചേസ് ചെയ്യുന്ന പാർട്ടിയുടെ പേര് PQR കൊടുത്തു, എൻ്റർ അടിച്ചു. അടുത്ത് പർച്ചേസ് ലെഡ്ജർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് ലെഡ്ജർ സെലക്ട് ചെയ്തു. നെയിം ഓഫ് ഐറ്റം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. LG TV എന്ന് പറഞ്ഞതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. ആ LG TV നമ്മൾ സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചാൽ അടുത്തത് നമ്മളോട് ചോദിക്കേണ്ടത് ഗോഡൗൺ ആണ്. ആ ഗോഡൗണിൽ ഏത് ഗോഡൗണിലേക്കാണ് നമ്മൾ ഈ LG TV പർച്ചേസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് എറണാകുളം ഗോഡൗണിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഗോഡൗൺ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗോഡൗൺ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ എറണാകുളം സെലക്ട് ചെയ്തു. ക്വാണ്ടിറ്റി നമ്മളൊരു 100 ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്യണത്. അപ്പോൾ ക്വാണ്ടിറ്റി 100 കൊടുത്തു. റേറ്റ് 12,000 12,000. നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഐറ്റം ക്രിയേഷൻ്റെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അപ്പോൾ നമ്മളവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് സെറ്റ് ചെയ്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പർച്ചേസ് റേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ടോട്ടൽ എമൗണ്ട് എൻ്റർ അടിച്ച് നരേഷനും കൊടുത്തിട്ട് സേവ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഈ ഗോഡൗണിൻ്റെ റിപ്പോർട്ട് കാണണമെങ്കിൽ എസ്കേപ്പ് അടിച്ചു. എന്നിട്ട് നമ്മൾ ഡിസ്പ്ലേയിൽ പോവുക. ഡിസ്പ്ലേയിൽ ഉണ്ടായിരിക്കും ഇൻവെൻ്ററി ബുക്സ് ഉണ്ടായിരിക്കും. ഇൻവെൻ്ററി ബുക്സിനകത്ത് ഗോഡൗൺ എടുത്താൽ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗോഡൗൺ കാണാം. കാലിക്കറ്റും എറണാകുളം സെലക്ട് ചെയ്യുക, എൻ്റർ അടിച്ചാൽ അവിടെ നമുക്ക് LG TV 100 ക്വാണ്ടിറ്റി കാണാൻ കഴിയും. ഓക്കെ, ഇനി കാലിക്കറ്റിൽ നമുക്ക് നോക്കിയാൽ ഐറ്റംസ് ഒന്നുമില്ല, കാരണം നമ്മൾ കാലിക്കറ്റിലേക്ക് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോഡൗൺ ക്രിയേഷനും അതിൻ്റെ റിപ്പോർട്ടും. ഇനി നമ്മളിപ്പോൾ എറണാകുളം ഗോഡൗണിലേക്കാണ് 100 LG TV പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഈ എറണാകുളം ഗോഡൗണിൽ നിന്ന് നമ്മൾ ഇതിന്നൊരു 40 TV കാലിക്കറ്റ് ഗോഡൗണിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. എറണാകുളം ഗോഡൗണിൽ വാങ്ങിച്ച് വെച്ച 100 TVയിൽ നിന്ന് നമ്മളൊരു 40 TV കാലിക്കറ്റ് ഗോഡൗണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് നമ്മൾ എങ്ങനെയാണ്, അതാണ് അടുത്തത് നോക്കുന്നത്. വൗച്ചേഴ്സിൽ പോവാം. അതിൽ ഇവിടെ അതർ വൗച്ചേഴ്സ് കാണാം. F10 അതർ വൗച്ചേഴ്സ്.
അതർ വൗച്ചേഴ്സിൽ പോയാൽ ഇവിടെ സ്റ്റോക്ക് ജേണൽ എന്ന് പറഞ്ഞിട്ടൊരു വൗച്ചർ കാണാൻ കഴിയും. സ്റ്റോക്ക് ജേണൽ എന്ന് പറഞ്ഞിട്ടൊരു വൗച്ചർ കാണാൻ കഴിയും. സ്റ്റോക്ക് ജേണലിൻ്റെ ഷോർട്ട് കീ ആണ് Alt+F7. Alt+F7. അപ്പോൾ കീബോർഡിൽ Alt+F7 പ്രസ് ചെയ്താൽ നമുക്ക് സ്റ്റോക്ക് ജേണൽ ഓപ്പൺ ആയി വരും. സ്റ്റോക്ക് ജേണലിൽ നമുക്ക് 2 സൈഡ് കാണാം, 2 കോളം കാണാം. ഒരു സൈഡിൽ സോഴ്സ് എന്ന് കാണാം, ഒരു സൈഡിൽ ഡെസ്റ്റിനേഷൻ എന്ന് കാണാം. സോഴ്സിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ഏത് ഗോഡൗണിൽ നിന്നാണോ മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഡീറ്റെയിൽസാണ് സോഴ്സിൽ കാണിക്കേണ്ടത്. ഏത് ഗോഡൗണിൽ നിന്നാണോ മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഡീറ്റെയിൽസാണ് നമ്മൾ സോഴ്സ് സൈഡിൽ കാണിക്കേണ്ടത്. ഡെസ്റ്റിനേഷൻ സൈഡിൽ നമ്മൾ കാണിക്കേണ്ടത് ഏത് ഗോഡൗണിലേക്കാണോ മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഏത് ഗോഡൗണിലേക്കാണോ മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഡീറ്റെയിൽസാണ് ഡെസ്റ്റിനേഷനിൽ കാണിക്കേണ്ടത്. അപ്പോൾ സോഴ്സിൽ നമ്മൾ എന്താ കാണിക്കേണ്ടത്, എവിടെ നിന്നാണോ അത്. അപ്പോൾ നമുക്കിപ്പോൾ എറണാകുളത്ത് നിന്നാണ്, അപ്പോൾ ആ ഡീറ്റെയിൽസാണ് സോഴ്സ് സൈഡിൽ കാണിക്കേണ്ടത്. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കാലിക്കറ്റിലേക്കാണ്, അപ്പോൾ ആ ഡീറ്റെയിൽസാണ് ഡെസ്റ്റിനേഷനിൽ കാണിക്കേണ്ടത്. ഇപ്പോൾ നെയിം ഓഫ് ഐറ്റത്തിൻ്റെ പേര് കൊടുത്തു LG TV. അടുത്തത് നമ്മളോട് നെയിം ഓഫ് ഐറ്റം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഗോഡൗൺ ആണ്. ഇപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് എറണാകുളത്താണുള്ളത്. അപ്പോൾ എറണാകുളത്ത് നിന്നാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. എറണാകുളം സെലക്ട് ചെയ്തു. ക്വാണ്ടിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു 40 ആണ്, 40 എണ്ണമാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. 40 കൊടുത്തു. റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. എൻ്റർ അടിച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് വരിക, ഡെസ്റ്റിനേഷൻ സൈഡിലേക്ക്. അവിടെ നമ്മളുടെ പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും. ഗോഡൗൺ മാറും. എങ്ങോട്ടാണ് മാറ്റേണ്ടത്, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കാലിക്കറ്റിലേക്കാണ്. കാലിക്കറ്റ് സെലക്ട് ചെയ്തു. ക്വാണ്ടിറ്റി സെയിം ക്വാണ്ടിറ്റി 40 എണ്ണം തന്നെയാണ്. നമ്മൾ എൻ്റർ അടിച്ചു, നരേഷൻ കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഗോഡൗണിൻ്റെ റിപ്പോർട്ട് ചെക്ക് ചെയ്താൽ ഡിസ്പ്ലേയിൽ പോയി അതേപോലെ ഇൻവെൻ്ററി ബുക്സ് ഉണ്ടായിരിക്കും. ഇൻവെൻ്ററി ബുക്സിൽ ഗോഡൗൺ, അതിനകത്ത് എറണാകുളം എടുത്താൽ 60 എണ്ണം ഉണ്ടാവുള്ളൂ. കാരണം 100 എണ്ണം ഉണ്ടായിരുന്നു, 40 എണ്ണം നമ്മൾ കാലിക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ 60 എണ്ണം. ഇനി കാലിക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അവിടെ നമുക്ക് 40 എണ്ണം കാണാൻ കഴിയും. ഇനി നമുക്ക് ജസ്റ്റ് സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കാം. സ്റ്റോക്ക് സമ്മറി എടുത്താൽ അവിടെ നമുക്ക് 100 എണ്ണം കാണാൻ കഴിയും. മറ്റേത് ഗോഡൗൺ റിപ്പോർട്ടായിരുന്നു, ഇത് സ്റ്റോക്ക് റിപ്പോർട്ടാണ്. സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ 100 എണ്ണം ഉണ്ട്, പക്ഷേ ഗോഡൗൺ റിപ്പോർട്ടിൽ പോയാൽ നമുക്ക് 60 എണ്ണം എറണാകുളം അതേപോലെ 40 എണ്ണം കാലിക്കറ്റുമാണ് കാണാൻ കഴിയുക. ഓക്കെ, ഇനി നമ്മൾ സെയിൽ ചെയ്യാണ്. ഈ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാണ്. നമ്മൾ വൗച്ചേഴ്സിൽ തന്നെ പോയി, വൗച്ചേഴ്സിൽ പോയിട്ട് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ F8 സെയിൽസ് എടുത്തു. ആർക്കാണോ സെയിൽ ചെയ്യണത്, XYZനാണ് സെയിൽ ചെയ്യണത്. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാർട്ടിയെ. സെയിൽസ് ലെഡ്ജർ, സെയിൽസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഐറ്റം നമ്മൾ LG TV കൊടുത്തു. ഗോഡൗൺ, ഏത് ഗോഡൗണിൽ നിന്നാണ് നമ്മൾ സെയിൽ ചെയ്യണത്. ഇപ്പം നമ്മൾ സെയിൽ ചെയ്യണത് ഒരു 10 ക്വാണ്ടിറ്റി കാലിക്കറ്റ് ഗോഡൗൺ എന്നാണ്. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് ഗോഡൗൺ സെലക്ട് ചെയ്യാം. കാലിക്കറ്റ് ഗോഡൗൺ കൊടുത്തു. ക്വാണ്ടിറ്റി 10 കൊടുത്തു. റേറ്റ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. എൻ്റർ അടിച്ചു, നമ്മളതിനെ സേവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളുടെ സ്റ്റോക്ക് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സമ്മറിയിൽ പോയിട്ട് സ്റ്റോക്ക് റിപ്പോർട്ട് ചെക്ക് ചെയ്താൽ 100 എണ്ണമാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. 10 എണ്ണം നമ്മൾ സെയിൽ ചെയ്തു, ബാലൻസ് 90 എണ്ണം ഉണ്ട്. ഇനി നമുക്ക് ഗോഡൗൺ റിപ്പോർട്ട് നോക്കാം. ഡിസ്പ്ലേയിൽ ഇൻവെൻ്ററി ബുക്സിൽ ഗോഡൗൺസിൽ പോയാൽ കാലിക്കറ്റ് 40 എണ്ണം ഉണ്ടായിരുന്നു, 10 എണ്ണം നമ്മൾ കാലിക്കറ്റിൽ നിന്നാണ് സെയിൽ ചെയ്തത്. അപ്പോൾ ബാലൻസ് 30 എണ്ണം ഇവിടെ ഉണ്ടാവും. അതേപോലെ എറണാകുളം ചെക്ക് ചെയ്താൽ അവിടെ 60 എണ്ണം ഉണ്ട്, അവിടെ നമ്മൾ സെയിൽസ് ഒന്നും നടത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ടാലി പ്രൈമിലെ ഗോഡൗൺ ക്രിയേഷനും സ്റ്റോക്ക് ട്രാൻസ്ഫറും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അക്കൗണ്ട്സ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.